ആപ്റ്റിറ്റ്യൂഡിൽ അടുത്ത ക്വസ്റ്റ്യൻ ആണ്. ദ ലൈൻ റാൻ ഡാഷ് ദ പേജ് റൈറ്റ് ത്രൂ ദ സെൻറ്റർ ആൻഡ് ഡിവൈഡഡ് ദ പേജ് ഇൻ ടു ടു across of between about. സോ ഇത് നമുക്ക് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും ദ ലൈൻ റാൻ അക്രോസ് ദ പേജ് ആയിരിക്കും. സോ ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് കൈൻഡിന് ഡാഷ് ഓഫൺ സെൽഡം. സോ ഓഫണിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നൊരു വേർഡാണ് സെൽഡം. അങ്ങനെയാണെങ്കിൽ കൈൻഡിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? ക്രൂവലാണ്. സോ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ എ, ക്രൂവൽ ഇസ് ദി കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ ഹൗ മെനി വേസ് ക്യാൻ എ സെൽ ഇൻ എ 3x3 grid be shaded such that each row and each column have exactly one shaded cell? An example of one valid shading is shown. അതായത് ഒരു 3x3 കോളമാണ്, ഗ്രിഡാണ് തന്നിട്ടുള്ളത്. ഇതിൽ ഒരു കോളവും ഒരു റോയും ഷെയ്ഡ് ചെയ്ത് അങ്ങനത്തെ ഒരു ഇതാണ്. അങ്ങനെ എത്ര വാലിഡ് ആയിട്ടുള്ളത് നമുക്ക് കിട്ടുന്നതാണ്. ഇതൊരു പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. 3x3 മെട്രിക്സ് അല്ലേ. അപ്പോൾ ആദ്യം നമ്മൾ ഈ മൂന്നെണ്ണം ഷെയ്ഡ് ചെയ്തു. പിന്നെ നമുക്ക് ഓപ്ഷൻ ഉള്ളത് 2 ഷെയ്ഡ് ചെയ്യാണ്. പിന്നെ ഒറ്റൊന്ന് ഷെയ്ഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അങ്ങനെ ഉണ്ടാവുള്ളൂ. അങ്ങനെയാണെങ്കിൽ 3 × 2 × 1. ഈ ആൻസർ 6, ഓപ്ഷൻ ഡി ആയിരിക്കും കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പം നമുക്ക് 6 വേസിൽ ഇങ്ങനെ ഇതുപോലെ ഷെയ്ഡ് ചെയ്യാം. അതായത് ഒരു കോളവും ഒരു റോയും എക്സാക്ട്ലി 1 ഷെയ്ഡഡ് ആണ് എന്നുള്ളൊരു ഓപ്ഷൻ വരുന്നത് 6 ആണ്. അങ്ങനത്തെ 6 കോമ്പിനേഷൻസ് നമുക്ക് ഉണ്ടാക്കാം. ഓക്കെ, അടുത്തത്, there are 4 red, 5 green and 6 blue balls inside a box. If n number of balls are picked simultaneously, what is the smallest value of n that guarantees there will be at least 2 balls of same color? അതായത് നമ്മളുടെ കയ്യിൽ 4 റെഡും 5 ഗ്രീനും 6 ബ്ലൂ ബോൾസും ഉണ്ട് ഒരു ബോക്സിൽ. അതിൽ നമ്മൾ n നമ്പർ ഓഫ് ബോൾസ് എടുക്കുകയാണ്. ആ n നമ്പർ നമ്മൾ എടുക്കുന്നത് സെയിം ബോൾ ആവാനുള്ള പ്രോബബിലിറ്റിയാണ് ചോദിച്ചിട്ടുള്ളത്. സോ ഓപ്ഷൻ വരുന്നത് എ ആണ്. എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ഒരു റെഡ് ബോൾ എടുത്തു, പിന്നൊരു ഗ്രീൻ ബോൾ എടുത്തു, പിന്നൊരു ബ്ലൂ ബോൾ എടുത്തു. ഓക്കെ, ഇനി അടുത്തൊരു ബോൾ എടുക്കുക എന്ന് പറഞ്ഞാൽ അതെന്തായിരിക്കും? സെയിം കളറല്ലേ. സെയിം കളറാവുക എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല അവർ ചോദിച്ചത്. സെയിം കളർ ആവുന്നതിൻ്റെ പ്രോബബ്ലീസ് നമ്പർ ടു ബി സെയിം കളർ എന്ന് വെച്ചാൽ 2 അല്ല വരിക, അവിടെ 4 എന്നാണ് കൊടുക്കേണ്ടത്. ഓപ്ഷൻ എ 4 ആണ് കറക്റ്റ് ആൻസർ. സോ നമ്മുടെ കയ്യിൽ 3 ബോളുണ്ട്. അപ്പോൾ 4ാമത്തെ ഒരു ബോൾ സെയിം കളർ ആവുകയാണ് ചെയ്യുക. ഓക്കെ, സോ ഓപ്ഷൻ എ ഇസ് ദി കറക്റ്റ് ആൻസർ. സോ അടുത്ത ആപ്റ്റിറ്റ്യൂഡ് വരുന്നതായിരിക്കും. താങ്ക് യു.